എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാഹുൽ രാജ്. ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയാണ്. ഇക്കഴിഞ്ഞ LGS വേരിയസ് എക്സാമിൽ ആലപ്പുഴ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും അഡ്വൈസ് ലഭിക്കാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻട്രി സുജയ് സാറിൻ്റെ ഫസ്റ്റ് ഗോൾഡ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ഈ ഒരു അവസരത്തിൽ സുജയ് സാറിനോടും എൻട്രി ടീമിനോടും ഞാൻ ഒരുപാട് നന്ദി പറയും. 2019 അവസാനമാണ് ഞാൻ PSCയിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യണം, അപ്പോൾ ഒരു സർക്കാർ ജോലി എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് PSCയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് കൊറോണയുടെ വരവും മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് പഠനം ഓൺലൈനിലേക്ക് മാറുകയും എൻട്രിയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു ചെയ്തത്. ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നിന്നും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറിയപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് ഓൺലൈൻ പഠനമാണെന്ന് തോന്നി തുടങ്ങി. പിന്നെ കാരണം അതായത് നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മൾ ആബ്സെൻ്റ് ആയാൽ കിട്ടാത്ത ക്ലാസ്സുകൾ. പക്ഷേ ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങനെയല്ല, നമുക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാണാനും ഒക്കെയുള്ള ഒരു സൗകര്യം എൻട്രിയിൽ ഉണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു എൻട്രിയിലേക്ക് വരാനുള്ള മെയിൻ കാരണം. ഏകദേശം എക്സാമിന് ഒരു 40 ദിവസം മുന്നെയാണ് സുജയ് സാറിൻ്റെ ഈ ഒരു ഗോൾഡ് ബാച്ച് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്കിതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനും കയറി. ഒരുപാട് സന്തോഷം, കാരണം ഭയങ്കര സപ്പോർട്ടായിരുന്നു സാറിൻ്റെ ഭാഗത്തുനിന്നും മെൻറ്ററിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നത്. ചിട്ടയായിട്ടുള്ള സിലബസും അതുപോലെ തന്നെ കറക്റ്റായിട്ട് മെറ്റീരിയലെല്ലാം നമുക്ക് തന്ന് പഠനത്തിൽ ഒരുപാട് സഹായിക്കുകയും ഇന്ന് എനിക്ക് അഡ്വൈസ് ലഭിക്കാൻ കാരണവും അത് തന്നെയാണ്, സുജയ് സാറിൻ്റെ ആ ഗോൾഡ് ബാച്ച് തന്നെയാണ്. ഗോൾഡ് ബാച്ചിൽ പഠന രീതി എന്ന് പറഞ്ഞാൽ സാറ് അതായത് ടോപ്പിക്കുകൾ, അതായത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് സാർ അത് പറഞ്ഞു തരികയും അതിനൊരു സിലബസ് ഉണ്ടാക്കുകയും അത് എങ്ങനെ അത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചിട്ട് അതേപോലെ തന്നെയായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ അത് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് ഓരോ ദിവസവും പഠിക്കാനുള്ള കാര്യങ്ങളും അതിൻ്റെ കറക്റ്റ് എക്സാമുകളും അതിൻ്റെ വാല്യുവേഷനും മോട്ടിവേഷനും മറ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ 40 ദിവസം അത് നല്ല രസമായിട്ട് തന്നെയായിരുന്നു ആ ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. ഗോൾഡ് ബാച്ച് തുടങ്ങിയ സമയത്ത് തന്നെ അതിന് വ്യക്തമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ സുജയ് സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ ഒരു മെൻറ്ററും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം കറക്റ്റായിട്ട്, അതായത് ഇന്നത്തെ ടോപ്പിക്ക് സാറ് വൈകിട്ട് തന്നെ ഇടും, നമ്മളത് പഠിക്കും, അതിന് എക്സാം എഴുതാനുള്ള സമയം തരും. പിന്നെ ആ എക്സാമിന് വാല്യുവേഷൻ ഉണ്ടാവും, അത് നമ്മുടെ മെൻറ്റർ തന്നെ നമ്മളെ ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ എക്സാം എഴുതിയില്ലെങ്കിൽ അത് തിരക്കും, എന്താണ് എഴുതാനെന്നുള്ള കാര്യങ്ങൾ തിരക്കും. അങ്ങനെ കറക്റ്റായിട്ട് വാല്യൂ ചെയ്തിട്ട് ഉള്ള കറക്റ്റ് ചിട്ടായിട്ടുള്ളൊരു പഠനമായിരുന്നു. അതുമാത്രമല്ല, പിന്നെ സുജയ് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ടായിരുന്നു. പിന്നെ എക്സാമിന് കയറുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട ടിപ്പുകളുണ്ടായിരുന്നു സുജയ് സാറിൻ്റെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ആ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതൊക്കെയാണ് ഇതിനൊരു സഹായകരമായി തീർന്നത്. സുജയ് സാറിൻ്റെ നോട്ടുകൾ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് സുജയ് സാറിൻ്റെ നോട്ടുകൾ. അതായത് നമ്മളിപ്പം വാരി വലിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിക്കുന്നതിൽ ഉപരിയായിട്ട് അത് ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ സാറ് പറഞ്ഞതായിരുന്നു, നിങ്ങളൊരു 40 ദിവസം കൊണ്ട് നിങ്ങൾ സ്വയം പഠിച്ച് വാങ്ങുന്നതിലും കൂടുതൽ മാർക്ക് ഈ ഒരു ഗോൾഡ് ബാച്ചിൽ നിന്ന് ലഭിക്കുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതുപോലെ നോട്ടുകൾ ക്രോഡീകരിച്ചിട്ടായിരുന്നു സാറിൻ്റെ ഓരോ PDF. ആ PDFകളെല്ലാം ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ച് തന്നെ കയ്യിൽ വെച്ചിട്ടുണ്ട്. കാരണം ഓരോ പരീക്ഷകൾ വരുമ്പോഴും അതെടുത്ത് റെഫർ ചെയ്തിട്ടാണ് മറ്റ് പരീക്ഷകൾക്ക് പോകാറുള്ളത്. എൻട്രി ആപ്പിലെ ഫീച്ചേഴ്സ്, അതായത് PYQ ആയാലും മറ്റ് ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ ആയാലും ഒരുപാട് ഫീച്ചേഴ്സുകളെല്ലാം വളരെയധികം പ്രയോജനപ്പെടുത്തി തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. കാരണം PYQ സെക്ഷൻ ആയാലും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളായാലും വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതും. ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് തന്നെ സ്വയം വാല്യൂ ചെയ്യാൻ പറ്റും. ഏതൊക്കെ നമ്മുടെ വീക്ക് പോയിന്റുകൾ അതിൽ തന്നെ ആ ഗ്രാഫിൽ മനസ്സിലാവും. ഏതൊക്കെ ഏരിയയാണ് മോശം, ഏതൊക്കെ ഏരിയയിൽ നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ട്, പിന്നെ നമ്മുടെ മാർക്ക് അപ്പം തന്നെ അതിൽ കാണിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് പിന്നെയും ചെയ്തും അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് ഓരോ ക്വസ്റ്റ്യൻസിലും നമ്മൾക്ക് അത് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ എല്ലാം അടിയിൽ വരുന്നത് കൊണ്ട് തന്നെ അത് പിന്നീട് നമുക്ക് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനൊക്കെ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ മാറിയ സാഹചര്യത്തിൽ, PSCയുടെ ഈ മാറ്റമൊക്കെ വന്ന സാഹചര്യത്തിൽ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ, അതായത് ഞാനും ജോലി ചെയ്ത് ബാക്കിയുള്ള സമയത്ത് പഠിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഒരുപാട് എക്സ്ക്യൂസുകൾ നമുക്ക് കാണും പഠിക്കാതിരിക്കും. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് പഠിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അപ്പം ഒരുപാട് അവസരങ്ങൾ ഇനിയും വരുന്നുണ്ട്. ഇപ്പോൾ LGS LD പോലുള്ള ഒരുപാട് എക്സാമുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നാൾ നമ്മൾ അതിനു വേണ്ടി ഒന്ന് പരിശ്രമിച്ചാൽ, കിട്ടുന്ന സമയം അതിനു വേണ്ടി ഒന്ന് വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കും ഉടനെ
എന്ത് ചെയ്യാം, ഒരു സർക്കാർ ജോലിയിലേക്ക് എത്താൻ കഴിയും. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വന്തമായിട്ടൊരു വരുമാനം, സുരക്ഷിതത്വമുള്ള ഒരു ജോലി എന്നുള്ളതൊക്കെ. പുതിയതായിട്ട് PSCയിലേക്ക് കടന്നു വന്ന കുട്ടികൾക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് ഞാൻ നേരുകയാണ്. നിങ്ങൾക്കും വിജയം ഉണ്ടാകും.